ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പലയിടങ്ങളിലും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ നിലപാടിൽ, ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഇന്ന് യോഗം ചേരുന്നു, പക്ഷെ ആ യോഗം ഒരിക്കലും തീരുമാനം മാറ്റാനല്ല, മറിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. 1 മുതൽ 7 വരെ ഇല്ല. ഈ പിന്നെ സമയം മാറ്റം ഒന്നും വന്നിട്ടില്ല. അതെല്ലാം അവരെല്ലാം ഇപ്പോഴാണ് അതെല്ലാം അറിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കാഡമിക്കാരുടെ മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. അവരുമായ ഒരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജെഫ്രി തങ്ങളുമായിട്ട് സംസാരിച്ചു. അവരുമായുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച. അനൽക്ക സേതുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. അനൽക്ക, ഈ മദ്രസ സമയം തെറ്റുന്നു, മദ്രസ സ്കൂളുകൾക്ക് സമയം ലഭിക്കില്ല എന്നതടക്കമുള്ള ആശങ്കയൊക്കെ ആയിരുന്നു സമസ്ത മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ ചർച്ചയൊന്നും നടത്താതെ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നതിലും സമസ്തയ്ക്ക് തുടക്കം മുതലേ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചർച്ച വിളിച്ച സമയത്ത് നേതാക്കളൊക്കെ ഇന്നലെയും നടത്തിയ പ്രതികരണങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. സർക്കാരിൻ്റെ നിലപാട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് ഒരു ചർച്ചയാകാമല്ലോ. അങ്ങനെ ഒരു നിലപാടിലാണ് ഇന്നിപ്പോൾ ഏകോപന സമിതി യോഗമടക്കം കോഴിക്കോട് ചേരുന്നുമുണ്ട്. ഇതിനിടയിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണം സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ചർച്ച എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാട്, അത് ഏത് രീതിയിലായിരിക്കും സമസ്തയിൽ ഇനി ചലനങ്ങൾ ഉണ്ടാക്കുക? എങ്ങനെ വിലയിരുത്താം? സേതുലക്ഷ്മി, ഈ സ്കൂൾ പഠന സമയമാറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ സമസ്ത ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ സാഹചര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സമസ്തയുടെ ഏകോപന സമിതി യോഗം ഇന്ന് കോഴിക്കോട് വെച്ച് ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിവൻകുട്ടി ഈ സ്കൂൾ സമയ പഠനമാറ്റുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു മാറ്റമില്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവന സ്വാഭാവികമായിട്ടും ഇന്ന് നടക്കുന്ന സമസ്തയുടെ ഏകോപന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാടിനെ അത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സമസ്തയുടെ ഏകോപന സമിതി യോഗം ഇന്ന് കോഴിക്കോട് വെച്ച് ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമസ്തയുടെ പ്രതിഷേധ പരിപാടികൾക്കും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ പഠന സമയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ എന്തൊക്കെ സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് സമസ്ത ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സമസ്തയുടെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾക്ക് ഇന്നലെ സമസ്തയുടെ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ നിർവാഹക സമിതി യോഗം അംഗീകാരം നൽകിയിരുന്നു. അതും ഈ യോഗത്തിൽ ചർച്ചയാകുന്നതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ സമസ്തയുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞെങ്കിലും ഈ വിഷയത്തിനകത്ത് വീണ്ടും ഈ നിലപാട് മാറ്റം സമസ്തക്കകത്ത് അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കളെടുത്ത് ഏതായാലും ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് നമ്മളൊരു സമവായം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നടക്കം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ